എക്സാമ്പിൾ 5 ആണ്. ഫ്രം ദ ഫോളോവിങ് ഡാറ്റ പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, 2020-ഉം 2021-ഉം. അപ്പം നോക്കാം എങ്ങനെയാ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കാം. ഇതാ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഹെഡിങ് കൊടുക്കുക. 5 കോളംസ് ആക്കുക. ഫസ്റ്റ് കോളം ഇതാ പാർട്ടിക്കുലേഴ്സ് ആണ് ഫസ്റ്റ് കോളം. പിന്നെ 2020 അതിൽ തന്നെ അമൗണ്ടും പെർസെൻറ്റേജ് ഓഫ് സെയിൽസും. അതുപോലെ 2021-ലും അതുപോലെ തന്നെ അമൗണ്ടും പെർസെൻറ്റേജ് ഓഫ് സെയിൽസും. സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ആ പെർസെൻറ്റേജ് ഓഫ് സെയിൽസിൽ എഴുതേണ്ടത്. നോക്കാം. ഫസ്റ്റ് സെയിൽസ് ആണുള്ളത്. എത്ര അമൗണ്ട് ക്വസ്റ്റ്യൻ തന്നെന്ന് വെച്ചാൽ 10,50,000 ആണ് അമൗണ്ട്. അപ്പോൾ ഇവിടെ എഴുതാം 10,50,000. സെയിൽസിൻ്റെ പെർസെൻറ്റേജ് കാണാത്തതുകൊണ്ട് ഇവിടെ ഡാഷ് ഇട്ടാൽ 2021-ൽ 16,75,000 ആണ് സെയിൽസ്. 16,75,000. ഇവിടെ പെർസെൻറ്റേജ് അവിടെയും ഡാഷ് ഇട്ടേക്കാം. ഇവിടെ റിട്ടേൺസ് ഉള്ളത് കൊണ്ട് സെയിൽസ് റിട്ടേൺസ് അവിടെ ലെസ് ചെയ്യാം. സെയിൽസ് റിട്ടേൺസ് എത്രയാണ്? 2020-ൽ 50,000 ഉണ്ട്. 2021-ൽ 75,000. ഇപ്പോൾ സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്താൽ 2020-ൽ നെറ്റ് സെയിൽസ് എത്ര കിട്ടും? നെറ്റ് സെയിൽസ് 1 lakh 2020-ൽ കിട്ടും. 2021-ൽ എത്ര വരും? 16 lakh. പിന്നെ അടുത്താണ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്രയാണ്? 7,50,000. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2,50,000 കിട്ടും. 2000 അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അതുപോലെ 2021-ൽ ഇവിടെ എത്ര വരുമോ? 10 lakh ആണ് എന്ത് വരിക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത്. കോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം 6 lakh ആണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഇനി കാണേണ്ടത് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണണം. പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് കാണണം. അപ്പോൾ എങ്ങനെ കാണും? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അമൗണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അമൗണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 2020-ൽ 2,50,000 ആണുള്ളത്. 2020-ൽ 2,50,000 ആണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്. അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഇവിടെ നെറ്റ് സെയിൽസ് എത്രയുള്ളത്? ഇവിടെ 10 lakh ആണുള്ളത് നെറ്റ് സെയിൽസ്. 2,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. ഇപ്പോൾ 25% ആണ് ഇവിടെ എന്ത് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. 25%. അപ്പം നെറ്റ് സെയിൽസിൻ്റെ 25% എന്ത്? ഈ ഗ്രോസ് പ്രോഫിറ്റ്. അതുപോലെ 2021-ലും കാണാം, അവിടെ നെറ്റ് സെയിൽസ് 16 lakh ആണ്. അപ്പോൾ ആ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 6 lakh ആണ് അവിടെ ഉള്ളത്. 6 lakh ഡിവൈഡഡ് ബൈ ആ വർഷത്തെ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അവിടെ 37.50 കിട്ടും. അതുപോലെ തന്നെ അടുത്തതാണ് ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ്
എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണുള്ളത്. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്ര, 60,000 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉള്ളത്. അപ്പോൾ അതും സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് കാണണം. അപ്പോൾ എങ്ങനെ കാണും? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൻ്റെ അമൗണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസിൻ്റെ അമൗണ്ട് ഇൻറ്റു 100. അങ്ങനെ ചെയ്താൽ 6% എന്ന് കിട്ടും. 6%. അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസസ് ഇവിടെ 40,000 ആണ്. 40,000. അപ്പോൾ അത് നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനം കാണുക? എങ്ങനെയാണോ? സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ അമൗണ്ട് 40,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അപ്പോൾ 4% കിട്ടും. 4 കിട്ടും. പിന്നെ അതുപോലെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്ര? 1 lakh. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 1 lakh ആണ്. അതും സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കാണുക? 1 lakh ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, അതായത് 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അപ്പോൾ 10% കിട്ടും. അതുപോലെ 2021 വരികയാണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണ് നോക്കാം. 1,60,000 ആണ്. അപ്പോൾ 1,60,000 അതും ഇതുപോലെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണം. അവിടെ നെറ്റ് സെയിൽസ് ഇവിടെ 16 lakh ആണ്. അപ്പോൾ ഈ 16 lakhൻ്റെ എത്ര ശതമാനമാണ് ഇതെന്ന് കാണാം. അപ്പോൾ അതിന് 1,60,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100. ഇപ്പോൾ 10% കിട്ടും. അതുപോലെ സെല്ലിങ്ങും, ആ വർഷത്തെ സെല്ലിങ് 80,000 ആണ്. 80,000 അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ 5% കിട്ടും. അത് രണ്ടും കൂടി കൂട്ടിയാൽ 2,40,000 ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കിട്ടി. ഇപ്പോൾ 15% ആണ് കിട്ടുക. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ 1,50,000 ആണ് 2020 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ അത് നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കാണണം. അപ്പോൾ എത്ര കിട്ടും? 15% കിട്ടും. അതുപോലെ 2021 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 3,60,000 കിട്ടും. അത് ഈ 16 lakh നെറ്റ് സെയിൽസിൻ്റെ, ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനം വരിക വെച്ചാൽ 22.5% ആണ് വരിക. പിന്നെ അടുത്താണ് അതിൽ നിന്ന് അതർ എക്സ്പെൻസസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് എക്സ്പെൻസസ്. ഇത്ര അതർ എക്സ്പെൻസ് ഇവിടെ 10,000 ആണ്. ഇത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട്. അതാണ് അതർ എക്സ്പെൻസ് ഇതിലുള്ളത്. ഇപ്പോൾ 1,40,000 ആണ് 2020. 2021 30,000 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ 10,000 എന്ന് പറയുമ്പോൾ 1% ആണ് വരിക. 30,000 എന്നാൽ 1.88. ഓരോ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്നാണ് കാണുന്നത്. അതുപോലെ 14%, അതായത് ഈ 1,40,000 ഈ നെറ്റ് സെയിൽസിൻ്റെ 14% ആണ്. അതുപോലെ ഈ 3,30,000 ഈ നെറ്റ് സെയിൽസിൻ്റെ, ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കാം. 20.62% ആണ്. പിന്നെ അതിൽ നിന്ന് ഇൻകം ടാക്സ് ലെസ് ചെയ്യാം. ഇൻകം ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15,000.
അത് ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ 1.50% ആണ്. പിന്നെ ആ വർഷത്തെ 21-ലെ ഇൻകം ടാക്സ് 40,000 ആണ്. അത് ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ 2.50% ആണ്. അപ്പോൾ ഈ 1,25,000 കിട്ടും. ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,25,000 കിട്ടും. അത് ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് അവിടെ അടുത്ത കോളത്തിൽ എഴുതണം. അപ്പം 10 lakh ആണ് ആ വർഷത്തെ 2020-ലെ നെറ്റ് സെയിൽസ്. അപ്പം 2020-ലെ നെറ്റ് സെയിൽസിൻ്റെ 12.50% ആണ് ഇത് കിട്ടുക, ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതുപോലെ 2021-ൽ കാണണം 2,90,000 ആണ് ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ 3,30,000 നിന്ന് 40,000 ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് 2,90,000. അപ്പോൾ ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് വെച്ചാൽ 18.12% ആണ്. ആ വർഷത്തെ നെറ്റ് സെയിൽസിൻ്റെ 18.12% ആണ് ഈ എത്ര പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക.